ഹായ്, പുതിയൊരു വൈറസ് വന്നല്ലേ, ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ്. പക്ഷെ പേടിക്കേണ്ട കേട്ടോ, അതത്ര പുതിയ വൈറസ് ഒന്നുമല്ല. അത് കോവിഡ് പോലെ വലിയ പ്രശ്നക്കാരനുമല്ല. ഇത് കാലാകാലങ്ങളായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കണ്ടുവരുന്നത് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസാണിത്. നമ്മുടെ ഇൻഫ്ലുവൻസ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന്റെ വിഭാഗത്തിൽ വരുന്ന ഒരു വൈറസ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിന്റെ മുമ്പ് ഒരു റെസ്പിറേറ്ററി സിൻസേഷൻ വൈറസ് എന്നൊക്കെ പറയുന്ന ഒരു RSV എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്, ഒരു RNA വൈറസ്. ആ RNA വൈറസ് കൊച്ചുകുട്ടികളിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ റെസ്പിറേറ്ററി, അതായത് തുമ്മൽ പോലെയോ അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ഒരു ന്യൂമോണിയ പോലെയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വൈറസ്. അതിന്റെ അതേ ഒരു വകഭേദത്തിൽ വരുന്നതാണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ്. അപ്പൊ ഫ്ലൂ, റെസ്പിറേറ്ററി സിൻസേഷൻ വൈറസ്, ഇതിന്റെയൊക്കെ വിഭാഗത്തിൽ വരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസ്. HMPV എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊരു പുതിയതായിട്ടൊക്കെ തോന്നും, പക്ഷെ അല്ല. ഇത് 2001 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം 1-2 കേസൊക്കെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തുപ്പലിലൂടെയും സംസാരത്തിലൂടെയും തുമ്മലിലൂടെയും ചുമയ്ക്കുമ്പോഴും ഒക്കെ വരുന്ന ആ ഒരു സെക്രീഷനിലൂടെ ഇത് പകരാൻ സാധ്യതയുണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിക്ക് രോഗിയെ കാണാൻ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ക്രൗഡഡ് പ്ലേസസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാസ്ക് ഉപയോഗിക്കുക. പിന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ കൈ അടച്ചു പിടിച്ച് എപ്പോഴും പറയുന്ന പോലെ കൈയുടെ ഈ ഭാഗം വെച്ചിട്ടൊക്കെ നമ്മൾ ചുമക്കുകയും തുമ്മുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കൈകളുടെ വൃത്തി, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ക്രൗഡഡ് പ്ലേസസിൽ പോയിട്ട് വരുമ്പോഴേക്കും വായിലേക്കൊക്കെ കൈ പോകുന്നതിന് മുമ്പായിട്ട് കൈ ഒന്ന് സോപ്പിട്ട് കഴുകുക. ശരിക്കും പറഞ്ഞാൽ പേര് പോലെ ഒന്നും അല്ല കേട്ടോ, ഈ വൈറസുകളൊക്കെ പെട്ടെന്ന് നമുക്ക് തടയാൻ പറ്റും. നമ്മുടെ ആ ഒരു പേഴ്സണൽ ഹൈജീനും നമുക്ക് ചെയ്യേണ്ട കുറച്ച് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കറക്റ്റായിട്ട് ചെയ്താൽ മതി. മരുന്നില്ല, വാക്സിൻ ഇല്ല, അങ്ങനെ ഒന്നും കരുതി ഈ ഒരു അസുഖത്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വൈറൽ ഫീവറുകളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പകരാതിരിക്കും. ഇപ്പൊ ആശുപത്രിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു രോഗിയെ കാണുമ്പോഴോ ഒക്കെ ഒരു കൈ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക. പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ട് വരുന്നിട്ട് കൈകളുടെ ശുചിത്വം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാ സോപ്പിട്ട് കഴുകിയാൽ തന്നെ പോകാവുന്ന വൈറസുകളൊക്കെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവിടെയുള്ളൂ. 1 മിനിറ്റിൽ കൈ കഴുകി കളഞ്ഞാല് പോകാവുന്ന വൈറസ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതിനെ നമുക്ക് പെട്ടെന്ന് പ്രതിരോധിക്കാവുന്നതാണ്. പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നമ്മുടെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി എപ്പോഴും ബെറ്റർ ആക്കി വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, കൊച്ചുകുട്ടികള്, 65 വയസ്സ് കഴിഞ്ഞവര്, പ്രഗ്നന്റ് ലേഡീസ്, ഇമ്മ്യൂണിറ്റി കുറവുള്ളവര്, അങ്ങനെ അക്രമാതീതമായ ഷുഗർ, പ്രഷർ അങ്ങനെയൊക്കെ ഉള്ളവർ. അവർക്കൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിൽ അവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറച്ച് കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നാൽ കൂടി ഇത് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരോടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധ പുലർത്തണം എന്ന് പറയുന്നത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള പേടിയല്ല, ഇതുപോലുള്ള കെയർഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻ തന്നെ മതി ഇങ്ങനെയുള്ള വൈറസുകളെയൊക്കെ തടയാൻ കേട്ടോ. അപ്പൊ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.